പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയും. ഒരു നല്ല പ്രഭാതം കൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകിയ നല്ല ദൈവത്തിൻ്റെ മുൻപിൽ നന്ദി നിറഞ്ഞ ജീവിതം ജീവിക്കുവാൻ ഈ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. രാവിലെ ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചത്, എൻ്റെ കുഞ്ഞുമോനെ, കഴിഞ്ഞ ദിവസത്തെ ബലി, പിതാവ് അർപ്പിച്ച ബലി ഞങ്ങൾ ലൈവിൽ കണ്ടിരുന്നു. കുഞ്ഞിനെ എങ്ങനെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം എനിക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാലും ശരിയാകുന്നത് എനിക്ക് പറയാൻ അറിയില്ല. ഏതായാലും പെട്ടെന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രേരണ കിട്ടി. ഈ അമ്മച്ചിയോട് പറ, 85 വയസ്സുള്ള അമ്മച്ചിയാണ്, ഏകസ്ഥ ജീവിതം ജീവിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ഇങ്ങനെ പറയുക, ജന്മം നൽകിയ മാതാപിതാക്കളെ ഓർക്കുക. അവരിന്ന് ഭൂമിയിലില്ല. അവരിലൂടെയാണ് ദൈവം നമ്മളെ ലോകത്തേക്ക് അയച്ചത്. അതുകൊണ്ട് ആ മാതാപിതാക്കളുടെ ആത്മാക്കളെ ഓർക്കുക. കൂടെ ജനിച്ചു വളർന്ന കൂടപ്പിറപ്പുകളെ ഓർക്കുക. കാരണം അവരിലൂടെ നിരവധിയായ സഹായവും സംരക്ഷണവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തുടർന്ന് താഴേക്ക് ചേച്ചിക്ക് കിട്ടിയ ഒരു ജോലി, ചേച്ചി ആ അമ്മച്ചി ഒരു ഏകസ്ഥ ജീവിതം ജീവിക്കുന്നതായതുകൊണ്ട് വിവാഹം ഇല്ല. അതുകൊണ്ട് ചേച്ചിക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു പഠിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധിയെ ചേച്ചി വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള കൃപ തന്നു. ചേച്ചി പഠിച്ചു, ഒരു ജോലിക്കാരത്തിയായി. ചേച്ചി നന്നായിട്ട് ജീവിച്ചിപ്പോൾ 85 വയസ്സ് വരെയുള്ള പരിപാലന ഒരു ടീച്ചറായിരുന്നു. ഈ അമ്മച്ചി ഒരു ടീച്ചറായിരുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചിക്ക് ഒത്തിരി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റി. ഒത്തിരി കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഇരുന്ന് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, വിദ്യാഭ്യാസം, ലോകത്തിൻ്റെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ, തൻ്റെ ജീവിതത്തിലൂടെ നന്മകൾ ഒത്തിരി, തനിക്ക് ദൈവം തന്ന കഴിവുകൾ പകർന്നു കൊടുക്കാനൊക്കെ സാധിച്ചില്ലേ. അപ്പോൾ അങ്ങനെയാണ് പഠിപ്പിച്ച കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ഇപ്പോൾ വാർദ്ധക്യത്തിലാണ് കൂടെ നിന്ന് സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അയൽവക്കക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത്രയൊന്നും അല്ല, ഇതിലൊക്കെ വലിയ ഉത്തരവാദിത്വമാണ് നല്ല പ്രാർത്ഥനക്കാർക്ക് ആവശ്യം ദൈവം തന്നിരിക്കുന്നത്. കാരണം അയൽപക്കങ്ങളിൽ നാശത്തിലേക്ക് പോകുന്ന ആത്മാക്കൾ, മദ്യപാനത്തിൽ തകർന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ, തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബജീവിതം, രോഗികളായി തീർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, സാമ്പത്തിക ബാധ്യത മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നമ്മൾ ഓർക്കാൻ തുടങ്ങിയാൽ എണ്ണം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചി എന്നിട്ട് പിന്നെ ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരു നല്ല മരണം കിട്ടാൻ. ഞാൻ പറഞ്ഞ്, നല്ല മരണം കിട്ടാനല്ല, നല്ല ഒരു ജീവിതം ജീവിക്കാൻ വരുമ്പോൾ നല്ല മരണം കിട്ടുമല്ലോ. പ്രത്യാശയോടെയുള്ള ഒരു ജീവിതവും മറ്റുള്ളവരുടെ നന്മയെ കണക്ക് കൂട്ടിയുള്ള ഒരു പ്രവൃത്തിയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് നല്ലൊരു മരണം കിട്ടിയിരിക്കും. സംശയം ഒന്നും വേണ്ട. അപ്പം നല്ല മരണത്തിന് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, നല്ല ജീവിതം ജീവിച്ചു വരുമ്പോൾ നല്ലൊരു മരണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അമ്മച്ചിയോട് എൻ്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒരുപാട് പേര്, ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ തന്നെയാണ് ദൈവം നമ്മളിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വഴിയായി നടക്കേണ്ട നന്മകൾ നടക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയും. നമ്മളൊക്കെ ഒത്തിരി ബലഹീനതയുള്ള മനുഷ്യരാണെന്നേ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയ ബലഹീനതകൾക്ക് പരിഹാര ജീവിതമായി ഇന്നത്തെ പ്രാർത്ഥന മാറുമ്പോൾ നമ്മൾ ഭൂമിയിൽ കണ്ണടയ്ക്കുമ്പോൾ സ്വർഗം കാണാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരും. ഈ നല്ല പ്രഭാതത്തിലെ നല്ല സന്ദേശം പരിശുദ്ധാത്മാവ് നൽകിയത് നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.